إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഇത്തരത്തിലുള്ള ഇൽമിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗല ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക. പ്രവാചകരെ, എനിക്ക് താങ്കൾ ഒരു കാര്യം പറഞ്ഞു തരണം. താങ്കൾ അതിലെനിക്കൊരു ഉപദേശം നൽകി കഴിഞ്ഞാൽ മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ എനിക്കെന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം താങ്കൾ പറഞ്ഞു തരണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖുൽ, നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക. സുമ്മ ഇസ്തഖിം, പിന്നീട് നീ ആ പറഞ്ഞതിൽ നീ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എനിക്ക് ദീനിൽ മുറുകെ പിടിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു തരണം. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നീ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളായി ജനിച്ച് മുസ്ലിമീങ്ങളായ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായി വളർന്നതുകൊണ്ട് നാം മുസ്ലിമായത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ചില ആളുകളൊക്കെ കരുതാറുള്ളത്, നമ്മൾ ഇങ്ങനെ ജനിച്ചതുകൊണ്ട് മുസ്ലിമായി, ഇനി മറ്റ് വിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതാണെങ്കിൽ കാഫിര്യങ്ങളായിരിക്കാം. അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമായി കണക്കാക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചിന്ത വലിയ അബദ്ധത്തിലാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. നമ്മെ മുസ്ലിമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുസ്ലിമാക്കി എന്നുള്ളത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ച് സൂറത്ത് ഫുസ്സിലത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അല്ലാഹു പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ചിന്തിക്കാനും ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ ഞാനൊരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്ന മുസ്ലിം എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആയത്തുകൾ. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവർ, സുമ്മ ഇസ്തഖാമു, പിന്നീട് ആ ദീനിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവർ. കേവലം അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മരണസമയം മലക്കുകൾ അവരുടെ അരികിൽ വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ കിടക്കുമ്പോൾ, മരണക്കിടക്കയിൽ നിങ്ങൾ കിടക്കുമ്പോൾ മലക്കുകൾ നിങ്ങളുടെ അരികിൽ വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ജീവിച്ചാൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ശേഷം മലക്കുകൾ ആ മയ്യത്തിനോട് അല്ലെങ്കിൽ മരണാസന്നനായ ആ വ്യക്തിയോട് പറയും, നഹ്നു ഔലിയാഉകും, ഞങ്ങളാണ് നിങ്ങളുടെ കൂട്ടുകാർ, ഫിൽ ഹയാത്തി ദുനിയ, ഈ ജീവിതത്തിൽ
അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായപ്പോൾ നിങ്ങൾക്ക് കൂട്ടിനായി, നിങ്ങളുടെ സംരക്ഷണത്തിനായി നാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വഫിൽ ആഖിറ, പരലോകത്ത് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ നിങ്ങളുടെ കൂട്ടുകാരായി ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും. ശേഷം പറയപ്പെടും വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, ആ സ്വർഗത്തിൽ നിങ്ങൾ ആശിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം പറയപ്പെടുന്ന ഒരു വാക്ക്, മരണശേഷം സഹോദരങ്ങളെ എന്തായാലും മരിക്കുമെന്ന് ഉറപ്പുള്ള ഞാനും നിങ്ങളും എന്തായാലും മരിക്കും, 100% ഉറപ്പാണ്. മരണത്തെ തടുക്കാൻ ഒരു ശാസ്ത്രത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. എന്തായാലും മരിക്കും. അങ്ങനെ മരണപ്പെട്ട അല്ലാഹുവിലേക്ക് എത്തുമ്പോൾ നല്ല ജീവിതം നയിച്ചവരാണെങ്കിൽ അവരോടന്ന് പറയപ്പെടും നുസുലൻ മിൻ ഗഫൂരിർ റഹീം, നിങ്ങൾ നല്ല രൂപത്തിൽ ജീവിച്ചത് കാരണത്താൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന വിരുന്നാണ് നിങ്ങൾക്ക് ഇവിടെ ഇന്ന് നൽകപ്പെടുന്നത് എന്നവരോട് പറയപ്പെടുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രധാനിയായി അല്ലെങ്കിൽ അവിടെ പ്രമുഖനായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അവരുടെ വീട്ടിലേക്ക് നമ്മെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ, ഒരു സൽക്കാരം നമുക്കൊരുക്കിയാൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും. ഇതാരാണ് നിങ്ങൾക്ക് സൽക്കാരം നൽകാമെന്ന് പറയുന്നത്? ലോകത്തിന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ നിങ്ങൾക്ക് സൽക്കാരം നൽകാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത എന്താണ്? അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാം എന്ന തീരുമാനം നിങ്ങൾ സ്വീകരിക്കുകയും വേണം. എന്നാൽ നിങ്ങൾക്ക് വാഗ്ദാനമുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള വിരുന്നാണ്, നിങ്ങൾക്ക് എന്തും ആഗ്രഹിച്ചാൽ ലഭിക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങളൊരു പക്ഷേ ഇത്തരത്തിലുള്ള ദീനി മജാലിസുകളിൽ ധാരാളം ഇരുന്നവരായിരിക്കാം, ആയത്തുകളും ഹദീസുകളും അനേകം കേട്ടവരായിരിക്കാം. സഹോദരങ്ങളെ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നിങ്ങളിത് നിസ്സാരമായി കാണരുത്. നിസ്സാരമായി കാണാൻ പാടില്ല. നിങ്ങളുടെ പരലോകത്തിന്റെ വിഷയമാണ്. ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന ദിവസങ്ങളിൽ അവിടുന്ന് മരണപ്പെടുമ്പോൾ അവിടുത്തെ ഏതാനും താടി രോമങ്ങൾ മാത്രമേ നരബാധിച്ചിട്ടുള്ളൂ, വളരെ ചുരുങ്ങിയ ചില താടി രോമങ്ങൾ. അവിടുന്ന് പറയാറുണ്ട്, ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ, ഹൂദ് സൂറത്താണ് എന്റെ താടിക്ക് നരബാധിപ്പിച്ചത്. എന്താണ് ഹൂദ് സൂറത്തിലുള്ളത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അല്ലാഹു അതിൽ പ്രവാചകരോട് കൽപ്പിച്ചു, ഫസ്തഖിം കമാ ഉമിർ, പ്രവാചകരെ താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ ജീവിക്കുക എന്ന കൽപ്പനയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ താടി രോമങ്ങൾക്ക് നരബാധിപ്പിച്ചത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്റെ സഹോദരങ്ങൾ, നാം ചിന്തിക്കുക, ദീനിനെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ഒരു താടി രോമം പോയിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീറെങ്കിലും ഇന്ന് വരെ ഒരു തുള്ളി കണ്ണുനീർ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചിന്തിച്ച് റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് ഭയന്ന് നമ്മുടെ കണ്ണുനീർ ഒരു തുള്ളിയെങ്കിലും പൊഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എത്രമാത്രം ബലഹീനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഖാമത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്കുള്ള വാഗ്ദാനം അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ള വിരുന്നാണ്, അള്ളാഹു നൽകുന്ന സൽക്കാരമാണ്. ഈ ഭൂമിയിൽ വേറെ ഒരാളും നൽകുന്നതല്ല, മറിച്ച് അള്ളാഹു നൽകുന്ന സൽക്കാരമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നാം പണിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന അല്ലെങ്കിൽ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്നുണർത്താൻ ആഗ്രഹിക്കുന്നത്. നാം ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ദീനിലെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച് നാം പറയുമ്പോൾ അതിനു മുന്നോടിയായി നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് നമ്മുടെ ദീനിൽ നാം പ്രമാണമായി സ്വീകരിക്കേണ്ടത്? നമ്മൾ പൊതുവെ എന്തൊക്കെയാണ് നമ്മുടെ പ്രമാണങ്ങൾ? ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിഷയമാണ്. അതുകൊണ്ടാണ് ആമുഖമായി ആ കാര്യം സൂചിപ്പിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രമാണം? പൊതുവെ നമ്മളൊക്കെ പണ്ട് മുതലേ പറഞ്ഞു വരാറുണ്ട്, നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തും, അതിൽ സംശയമില്ല. പക്ഷേ പലപ്പോഴും വേണ്ടതുപോലെ ചില സഹോദരങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, ഖുർആനും സുന്നത്തും നമ്മുടെ പ്രമാണമാണ് എന്ന് പറയുന്നതിനോടൊപ്പം നാം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഖുർആനും സുന്നത്തും നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കലാണ് നമ്മുടെ പ്രമാണം. ഖുർആനും സുന്നത്തും നമ്മുടെ ഇഷ്ടപ്രകാരം മനസ്സിലാക്കലല്ല, ആരെങ്കിലും വിശദീകരിക്കുന്നത് പോലെ മനസ്സിലാക്കലല്ല, മറിച്ച് നമ്മുടെ മുൻഗാമികൾ സഹാബികൾ എങ്ങനെയാണോ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കുന്നതിലാണ് വിജയം. അതാണ് അല്ലാഹു നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്.
സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം. നിങ്ങൾ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ആ ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു. എന്റെ സഹോദരങ്ങൾ, ഞാൻ വീണ്ടും ശ്രദ്ധ ഉണർത്തട്ടെ, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗം മനസ്സിലായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിന് എതിരായ മാർഗത്തിൽ നിൽക്കുന്നവർ, സന്മാർഗം മനസ്സിലായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിന് എതിരായ മാർഗം സ്വീകരിക്കുന്നവർ, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുമ്പോൾ ആരാണ് വിശ്വാസികൾ? സഹാബികളാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള വിശ്വാസികൾ സഹാബികളാണ്. അള്ളാഹു പറയുന്നു, ആരെങ്കിലും പ്രവാചകന്റേതും സഹാബത്തിന്റേതുമല്ലാത്ത മാർഗം പിൻപറ്റുകയാണെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ ഏത് വഴിയിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ വഴിയിലേക്ക് അവനെ നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ ചുട്ടുകൊള്ളുന്ന നരകാഗ്നിയിൽ നാം കത്തിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, ഇയ്യാക അൻ തതകല്ലമ ഫീ മസ്അലത്തിൻ ലൈസ ലക ഫീഹാ ഇമാം. മുൻഗാമികൾ പറയാത്ത ഒരു അഭിപ്രായം നീ പറയുന്നുവെങ്കിൽ അത് നീ സൂക്ഷിക്കുക. മുൻഗാമികൾക്കില്ലാത്ത ഒരു നന്മ നിനക്കൊരിക്കലും ഉണ്ടാവുകയില്ല. അവർക്കറിയാത്ത ഒരു ഇബാദത്ത് നീ ചെയ്താൽ ഒരിക്കലും ശരിയാവുകയില്ല. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം ഒരിക്കലും ദീനല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് പരിചയമുള്ളതേ ദീനാവുകയുള്ളൂ, അതല്ലാത്തത് ദീനല്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അടിയുറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ, സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. താബിഈങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രമാണം. അതല്ലാതെ ഖുർആനും സുന്നത്തും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നാം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിൽ പിഴവ് സംഭവിക്കും. അത് പിഴവാണ്. അതുകൊണ്ടാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ളാഹിരി മദ്ഹബ് എന്ന് പറയുന്ന ഒരു മദ്ഹബുണ്ട്. നമ്മൾ പൊതുവെ ശാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് കാലഗ്രഹണപ്പെട്ടു പോയ വളരെ ചുരുക്കം ചിലർ മാത്രമുള്ള ളാഹിരി മദ്ഹബ് എന്ന് പറയുന്ന ഒരു മദ്ഹബുണ്ട്. അതിന്റെ തെറ്റുകൾ പറയുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതിലൊന്ന്, മുൻഗാമികൾ പറയാത്ത അഭിപ്രായങ്ങൾ പറയുന്നവരാണവർ. അതുകൊണ്ട് മുൻഗാമികൾ പറയാത്തൊരു അഭിപ്രായം നമുക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ അടിസ്ഥാനം, ഇസ്തിഖാമത്തിൽ നിലനിൽക്കാൻ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തും സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിൽക്കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇമാമ് വന്ന് ദീനിന്റെ ഒരു വിഷയത്തിൽ പറഞ്ഞാൽ അത് നമുക്ക് പ്രമാണമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വാക്കല്ല നമുക്ക് പ്രമാണം. മറിച്ച് നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ്റാണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم الذين يلونهم, പിന്നീട് അതിനുശേഷമുള്ള നൂറ്റാണ്ട്. ثم الذين يلونهم, പിന്നീട് അതിനുശേഷമുള്ള നൂറ്റാണ്ട്. ഈ 3 നൂറ്റാണ്ടുകൾ എങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ നാം ദീനിനെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ആരെങ്കിലും കരുതിയത് ഖുർആനും സുന്നത്തും മാത്രമായിട്ടാണ് നമ്മുടെ പ്രമാണം എന്നാണെങ്കിൽ അത് പിഴവാണ്. മറിച്ച് ഖുർആനും സുന്നത്തും സലഫുസ് സാലിഹീങ്ങൾ, സഹാബികൾ, താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കലാണ് നമ്മുടെ പ്രമാണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എക്കാലഘട്ടത്തിലും പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഉസൂലുസ് സുന്നയിൽ പ്രാരംഭത്തിൽ പറയുന്ന വിഷയം തന്നെ അതാണ്. ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനം. ഇപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രമാണങ്ങൾ ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ പ്രമാണം എന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം നാം ഇന്ന് ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ധാരാളം ഭിന്നിപ്പുകൾ കാണുന്നുണ്ട്. ഇപ്പൊ പൊതുവെ ഇസ്തിഖാമത്തിനെ കുറിച്ച്, ദീനിൽ ഉറച്ചു നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിൽ വരുന്നൊരു സംശയമാണ്, എങ്ങനെയാണ് യഥാർത്ഥ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഏതാണ് ശരിയായ മാർഗം? നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ മുസ്ലിം സംഘടനകളുണ്ട്. ചില ആളുകൾ എല്ലാവരും പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്.
ചില ആളുകൾ ചോദിക്കും, ഇങ്ങനെ എല്ലാവരും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സത്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക? ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, മുസ്ലിം സമുദായത്തിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്നവർ വ്യത്യസ്തമായ ധാരാളം, അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണ്, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. കുറച്ചല്ല, ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നല്ല, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. എല്ലാവരും പറയും ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ, ഞങ്ങളാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ. എല്ലാവരും ഇങ്ങനെ പറയുന്ന വ്യത്യസ്തമായ ധാരാളം വീക്ഷണങ്ങളുള്ള ഒരു കാലം വരും. അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, പ്രവാചകന്റെ ചര്യ. വസുന്നത്തിൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ മിൻ ബഅദി, എന്റെ സഹാബത്തിന്റെ ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം എന്താ? പ്രവാചകന്റെ സുന്നത്തും സഹാബികളുടെ മാർഗവും മുറുകെ പിടിക്കുക. ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഹദീസുകളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ അവിടുന്ന് പറഞ്ഞു, സതസ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ, എന്റെ ഈ സമുദായം 73 കക്ഷികളായി ഭിന്നിക്കും. സഹാബികൾ ചോദിച്ചു, ശേഷം പ്രവാചകൻ പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഒരൊറ്റ വിഭാഗം ഒഴികെ. സഹാബികൾ ചോദിച്ചു, ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളുമുള്ള മാർഗം, അതാണ് വിജയത്തിന്റെ മാർഗം. പിന്നെ നിങ്ങളോട് ഒരാൾ വന്നിട്ട് പുതിയൊരു സലാത്ത് പറഞ്ഞു തന്നു, അവരോട് ചോദിക്കുക, ഇത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ദീനല്ല. അല്ലെങ്കിൽ ഒരാൾ ഒരു ദിക്ർ വന്നു നിങ്ങളോട് പറഞ്ഞു, ചോദിക്കുക, പ്രവാചകൻ പറഞ്ഞ എന്താ? ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾ പ്രവാചകന്റെ സുന്നത്തും സഹാബത്തിന്റെ മാർഗവും മുറുകെ പിടിക്കുക. അപ്പൊ അവരോട് ചോദിക്കുക, ഈ ദിക്ർ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സഹാബികൾക്കും പ്രവാചകനും അറിയാത്ത ഒരു ദീനിലെ പുതിയ ഇബാദത്ത് നമുക്കറിയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അവർക്ക് കിട്ടാത്ത ഒരു നന്മ സഹോദരങ്ങളെ നമുക്ക് കിട്ടില്ല. സഹാബത്തിന്റെ അത്ര ഉന്നതിയിലെത്താൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുള്ളയോട് ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ ശ്രേഷ്ഠൻ, അതല്ല മുആവിയ റളിയല്ലാഹു അൻഹു ആണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണോ കൂടുതൽ മഹത്വമുള്ളവർ, അതല്ല മുആവിയയാണോ? കാരണം മുആവിയയെ കുറിച്ച് റളിയല്ലാഹു അൻഹു ധാരാളം കുപ്രചരണങ്ങളും മോശമായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമയം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുള്ള പറഞ്ഞു, മുആവിയ ഇബ്നു അബീ സുഫിയാൻ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരിക്കെ അദ്ദേഹം ഉപയോഗിക്കാറുള്ള ഒട്ടകത്തിന്റെ മൂക്കിന് കെട്ടാറുള്ള ആ കയറിന്റെ വില പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഇല്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുള്ള പറഞ്ഞു. എന്തുകൊണ്ടാണ്? അത് സഹാബിയാണ്, പ്രവാചകനെ കണ്ടവരാണ്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് അത്രയും ഫളിൽ, ശ്രേഷ്ഠതയിൽ ഒരാൾക്കും എത്താൻ സാധിക്കുകയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുള്ള പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹാബത്തിന് അറിയാത്ത ഒരു കാര്യം, താബിഈങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം, അത് ദീനാവുകയില്ല. അത് നിങ്ങളുടെ അടിസ്ഥാനമാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രമാണം, ഖുർആനും സുന്നത്തും സഹാബത്തും താബിഈങ്ങളും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നാം നമ്മുടെ ഇസ്തിഖാമത്തിൽ, ദീനിൽ ഉറച്ചു നിൽക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള രണ്ടാമത്തെ കാര്യം തൗഹീദിന്റെ വിഷയമാണ്. തൗഹീദിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ആരാധനകൾ നൽകേണ്ടത് അല്ലാഹുവിനെ മാത്രമായിരിക്കണം. ഇത് നമ്മുടെ മനസ്സിൽ അടിയുറച്ചു വെക്കണം. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ആരാധനകൾ നൽകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്തിന്റെ പ്രാരംഭം മുതൽ, ഒന്നാമത്തെ ദിവസം മുതൽ അവസാനം മരണപ്പെടുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൗഹീദാണ്. ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ദഅവത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന് പറയുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. അവിടുത്തെ മരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ രോഗം ബാധിച്ചിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അവിടുന്ന് ബോധക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഠിനമായ രോഗം ബാധിച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ജമാഅത്ത് നിസ്കാരത്തിന്റെ മസ്ജിദിലേക്ക് വരാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓരോരോ ദിവസവും രോഗം കലശലായി, പ്രയാസം കൂടി, അവിടുത്തെ വേദനകൾ കൂടി. അവിടുന്ന് ശക്തമായ പനി ബാധിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ അരികിലേക്ക് പോയിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, എന്ത് വലിയ ബുദ്ധിമുട്ടാണ് താങ്കൾ അനുഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഅതു കമാ യുഅതു റജുലാനി മിൻകും, നിങ്ങളിൽപ്പെട്ട രണ്ടുപേർക്ക് സംഭവിക്കുന്ന പനിയാണ് ഞാൻ ഒരു വ്യക്തിക്ക് ബാധിക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അലാ ഇന്ന ലിൽ മൗതി ലസകറാത്ത്, ആയിഷ, നിശ്ചയമായും മരണത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ബോധം നഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ബോധം വന്നപ്പോൾ അവിടുന്ന് പറയുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, ജൂതനസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കിയവരാണ്. തൗഹീദിന്റെ പ്രഖ്യാപനം ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രചരിപ്പിച്ചതും സഹോദരങ്ങളെ തൗഹീദാണ്. ഈ തൗഹീദിന്റെ വിഷയത്തിൽ നമുക്ക് കണിശതയുണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ, നമുക്ക് വേണ്ടപ്പെട്ടവരിൽ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ ആരെങ്കിലും ആരാധനകൾ അല്ലാഹു അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് നൽകുന്നുവെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം. ഒരു പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന ചില സഹോദരങ്ങൾ ചിന്തിക്കാം, അങ്ങനെ ആരെങ്കിലും ആരാധനകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നുണ്ടോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് വ്യാപകമാണ്, വളരെ വ്യാപകമാണ്. ആരാധനകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നത് പതിവായി തീർന്നു. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിന്റെ പ്രയാസമില്ല, അല്ലെങ്കിൽ അത് കണ്ട് ശീലിച്ചതിന്റെ പേരിൽ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ സൃഷ്ടികൾക്ക് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ! ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന വിവാദങ്ങൾ നിങ്ങളിൽ ചില ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആരാധന അല്ലാഹുവിനെ നേരിട്ട് നടത്താം എന്നൊരു വ്യക്തി പറഞ്ഞതിന്റെ പേരിൽ അതിനെതിരിൽ പ്രസിദ്ധമായ ഒരു മുസ്ലിം സംഘടന പ്രസ്താവനകൾ ഇറക്കുകയാണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരാധന അല്ലാഹുവിന് മാത്രം എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് പറഞ്ഞ് പുസ്തകം ഇറക്കിയ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. മുസ്ലിമീങ്ങൾക്കിടയിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ വഴിതെറ്റിയവർക്ക് എന്ത് പറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അവർ വ്യക്തമായി എഴുതുന്നു, ആരാധനകൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോട് മാത്രമാണെന്ന് പറയൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഏത് പ്രവാചകനാണ് സഹോദരങ്ങളെ അല്ലാഹുവിനല്ലാതെ ആരാധന നൽകാമെന്ന് നമുക്ക് പഠിപ്പിച്ചത്? എല്ലാ പ്രവാചകന്മാരുടെ ദഅവത്തും യാ ഖൗമി ഇഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധനകൾ നൽകുക, അവൻ മാത്രമാണ് നിങ്ങൾക്ക് ഇലാഹ് എന്നല്ലേ. പക്ഷേ നമ്മുടെ നാടുകളിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊക്കെ പരിചയമുള്ള സംഘടനകൾ സമീപകാലം പ്രചരിപ്പിക്കുന്നു, നമുക്ക് അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഇത്രയും കഠിനമായ വാദം നമ്മുടെ നാട്ടിൽ പറഞ്ഞു പ്രചരിപ്പിക്കപ്പെടുന്നു. അതിനേക്കാളും ഗൗരവമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നു, ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹു അല്ലാത്തനെ, മറിച്ച് അല്ലാഹു ആ കഴിവ് CM മടവൂരിന് നൽകിയെന്ന് പറയുന്നു. 1991 കോഴിക്കോട് വെച്ച് മരണപ്പെട്ട വ്യക്തിക്കാണ് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് എന്ന് സ്റ്റേജുകൾ വെച്ച് ആൾക്കാർക്ക് മുമ്പിൽ പറഞ്ഞ് അത് പഠിപ്പിക്കപ്പെടുമ്പോൾ തൗഹീദിന്റെ ആ ഒരു ബോധം പലപ്പോഴും പല ആളുകളുടെയും മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മക്കയിലെ കാഫിരീങ്ങളോട് വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പക്ഷേ നമ്മുടെ നാടുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹു അല്ല, മറിച്ച് CM ആണ്. അതിനവർ പറയുന്ന ഉദാഹരണങ്ങൾ, ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം, നിങ്ങൾ വിഷയത്തിന്റെ ഗൗരവം ചിന്തിക്കാനും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കാനും. നിങ്ങൾ ഇന്ന് തൗഹീദിലുണ്ട്, പക്ഷേ ഇത് നിലനിർത്താൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിലൊരു വ്യക്തി ഉദാഹരണം പറയുകയാണ്, അല്ലാഹു ലോകം നിയന്ത്രിക്കാനുള്ള അനുമതി ഈ പറയുന്ന CMന് നൽകിയത് ഏതുപോലെയാണെന്നാൽ, ഞാനൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ ഒരു മൊബൈൽ ഫോൺ നൽകിയാൽ ആ മൊബൈൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ നൽകിയിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ്, ഈ ലോകം CMന് നൽകിയിട്ടുണ്ട് എന്ന് പരസ്യമായി സ്റ്റേജുകളിൽ വെച്ച് പറയുന്ന ഒരു കാലഘട്ടം. തൗഹീദിനെ ഇങ്ങനെ മോശമാക്കി കണ്ട് തൗഹീദിനെ തള്ളിപ്പറഞ്ഞ് ശിർക്ക് ജനങ്ങൾക്കിടയിൽ തൗഹീദിന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വില നാം മനസ്സിലാക്കുകയും ഈ തൗഹീദി പ്രബോധനത്തിന്റെ
നമുക്ക് സാധിക്കുന്ന സേവനങ്ങൾ നാം ചെയ്തു കൊടുക്കുകയും വേണം. ആളുകളിലേക്ക് തൗഹീദ് എത്തിക്കുക. ഒരു വീഡിയോ ക്ലിപ്പാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പാണെങ്കിൽ, ഒരു എഴുത്താണെങ്കിൽ, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പരാമർശമുള്ള ഒരു എഴുത്ത് ആളുകളിലേക്ക് നിങ്ങൾ പ്രചരിപ്പിക്കുക. ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരിൽ നിങ്ങൾ പോരാടുക. അതായിരുന്നു എല്ലാ അമ്പിയാക്കളുടെയും ഉത്തരവാദിത്വം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചു. ആദ്യത്തെ നബിയാണ്, റസൂലല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ കൊലപാതകം നടന്നു. അവരുടെ മക്കൾ തമ്മിൽ പരസ്പരം കൊലപാതകം നടത്തി. അള്ളാഹു മറ്റൊരു പ്രവാചകനെ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ കൊലപാതകം നടന്നപ്പോൾ അള്ളാഹു മറ്റൊരു പ്രവാചകനെ അയച്ചിട്ടില്ല. മറിച്ച് മറ്റൊരു പ്രവാചകനെ അയച്ചത് എപ്പോഴാണ്? ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തൗഹീദ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സംസാരം കേൾക്കുന്ന ചില സഹോദരങ്ങൾ ചിന്തിക്കാം, നമ്മളൊക്കെ തൗഹീദുള്ളവരല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന അള്ളാഹു ഖുർആനിൽ പറയുന്നു. അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അള്ളാഹുവേ, എന്നെയും എന്റെ പരമ്പരയെയും എന്റെ കുടുംബക്കാരെയും വിഗ്രഹാരാധനയെ തൊട്ട് നീ രക്ഷിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം നമ്മുടെ തൗഹീദിന്റെ വിഷയത്തിൽ ഭയക്കണം. ശിർക്ക് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരിൽ നമുക്ക് സാധിക്കുന്നത് ഒരു എഴുത്തുകൊണ്ടാണെങ്കിൽ നാം പ്രതിരോധിക്കുക. വല്ലാഹി, ഇതൊരു സംഘടനയുടെയോ ഒരു വിഭാഗത്തിന്റെ ആശയമല്ല. ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന അത് തൗഹീദാണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും. നിങ്ങളെ പടച്ചിരിക്കുന്ന റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിഎമ്മിന്റെ ഉദാഹരണമൊക്കെ കേൾക്കുന്ന ചില ആളുകൾ ചിന്തിക്കും, ഇതൊക്കെ അവർ ചെയ്യുന്നതല്ലേ, നമ്മൾ ചെയ്യാറുണ്ടോ? മങ്കൂസ് പോലും ചെല്ലുന്ന ആളുകൾ അവരെന്താ പറയുന്നത്? ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي. ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തു, ധാരാളം പാപങ്ങൾ ചെയ്തു, പ്രവാചകനെ താങ്കളോട് അവനാദി ബോധിപ്പിക്കുന്നു. കുത്തുബിയത്ത് പാടുന്നവരെന്ത് പറയുന്നത്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാം നിങ്ങളുടെ കൽബകത്തുള്ളവർ. കുപ്പിക്കകത്തുള്ള വസ്തു കാണുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് കാണുമെന്ന് വിശ്വസിക്കുന്നവർ. ഇതെങ്ങനെയാണ് ഇസ്ലാമിന്റെ വിശ്വാസമാവുക? പാപങ്ങൾ മാപ്പാക്കാൻ അള്ളാഹുവിനെ പറ്റുകയുള്ളൂ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ മറ്റാരാണ് പാപങ്ങൾ മാപ്പാക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, വീണ്ടും ആവർത്തിക്കട്ടെ, ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ തൗഹീദിന്റെ വിഷയത്തിൽ അലസത കാണിച്ചാൽ മറ്റൊന്നും നിങ്ങൾക്ക് ഉപകരിക്കില്ല, മറ്റൊന്നും ഉപകരിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇബ്നു ജദആൻ, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നു ജദആൻ, അദ്ദേഹം ആളുകൾക്ക് നന്മ ചെയ്യാറുണ്ട്, ആളുകൾക്ക് ഭക്ഷണം നൽകാറുണ്ട്, ആളുകളെ എല്ലാ രൂപത്തിലും അവരോട് നല്ലത് ചെയ്യുന്നവനാണ്. അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. കാരണം അവൻ ഒരിക്കൽ പോലും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവനായിരുന്നില്ല. അതുകൊണ്ട് ഏത് നന്മകൾ നിങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ഖുർആനിൽ പറയുന്നു, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. പ്രവാചകനെ, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകൾ അള്ളാഹു ബാത്തിലാക്കും. പ്രവാചകനോട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കുക. തൗഹീദിനെതിരായ ഒരു സംസാരവും നമ്മുടെ നാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിനെതിരായ ഒരു സംസാരവും. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുക്കൽ ആരെങ്കിലും ദീനിനെതിരായ ഒരു സംസാരം സംസാരിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുമായിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യേകം നമുക്ക് ശ്രദ്ധയുണ്ടാകണം. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ അവിടുത്തെ ശരിയ. സുന്നത്ത് എന്ന് പറയുമ്പോൾ ആരും വാജിബല്ലാത്ത കാര്യമെന്ന് ധരിക്കരുത്, മറിച്ച് പ്രവാചകന്റെ ശരിയ. അത് മുറുകെ പിടിക്കുക എന്നുള്ളത് വിജയത്തിന്റെ മാനദണ്ഡമാണ്. അല്ലാഹു പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ നിങ്ങൾ ജീവിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുള്ള ഒരു കാര്യം ഉപേക്ഷിക്കാൻ ഞാൻ ഭയപ്പെടുന്നു, കാരണം ഞാൻ അത് കാരണത്താൽ വഴിപിഴച്ചേക്കാം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഇമാം ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന് അൽ ഇബാനയിൽ പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പേടിച്ചിരുന്നുവെങ്കിൽ നാം ഓരോരുത്തരും സഹോദരങ്ങളെ എത്രമാത്രം ഭയക്കണം. ഇന്ന് പ്രവാചകന്റെ സുന്നത്തുകൾ പറയപ്പെടുമ്പോൾ
ചില ആളുകൾ ചിന്തിക്കും, നമ്മൾ ആരെങ്കിലും അതിനെ വിലവെക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനെ തള്ളി പറയുന്ന ഒരവസ്ഥ നമുക്കിടയിലുണ്ടോ? വ്യാപകമായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഒന്നുകിൽ അവരുടെ നാവ് കൊണ്ട് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ട്. അതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അല്ലാഹു പറയുന്നു, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ അവർക്ക് കഠിനമായ ശിക്ഷയാണ് അല്ലാഹു ഒരുക്കിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചിട്ടുണ്ട്? അവിടുത്തെ കൽപ്പനകൾ, അവിടുന്ന് പറഞ്ഞിരിക്കുന്ന അധ്യാപനങ്ങൾ എത്രമാത്രം സഹോദരങ്ങളെ നാം മുഖവിലക്കെടുത്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം നമ്മുടെ വാക്ക്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ചരിത്രങ്ങളിൽ കാണുന്നത്. കാന വഖാഫൻ ഇൻദ ഖൗലി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്ക് ഉമറിനില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് ഒരു മസലയിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ മസലയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തോട് എതിരെ സംസാരിക്കുന്നവർ അഥവാ അദ്ദേഹത്തിന്റെ മറുവശത്തുള്ളവർ പറഞ്ഞു, അബൂബക്കറും ഉമറും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, യൂഷികു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമാ. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മേൽ കല്ല് മഴ വർഷിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹി വതഖൂലൂന ലി ഖാല അബൂബക്കർ വഉമർ. ഞാൻ നിങ്ങളോട് റസൂല് പറഞ്ഞു എന്ന് പറയുമ്പോൾ അബൂബക്കറും ഉമറും പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലാ റഅയ ലി അഹദിൻ മഅ സുന്നത്തിൻ സന്നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കിനപ്പുറം അഭിപ്രായം പറയാൻ ഒരാൾക്കും അവകാശമില്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, لا يجوز لأحد استبانت له سنة رسول الله صلى الله عليه وسلم أن يدعها لقول أحد. പ്രവാചകന്റെ സുന്നത്ത് മനസ്സിലായാൽ അത് ഉപേക്ഷിക്കാൻ ഒരാൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു തെളിവുമില്ല, അത് അനുവദനീയമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടാൽ അത് ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. അതല്ലേ യഥാർത്ഥത്തിൽ പ്രവാചകരോടുള്ള ഇഷ്ടം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെല്ലാവരും പറയുന്നു നമുക്ക് പ്രവാചകനെ ഇഷ്ടമാണ്. പ്രവാചകനെ ഇഷ്ടപ്പെടാതെ ഒരാളും സ്വർഗത്തിൽ പോവുകയില്ല, അത് നമുക്കറിയാം. എന്നിട്ട് ആ പ്രവാചകനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? സത്യസന്ധമായി നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, എന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി കഷ്ടതകൾ അനുഭവിച്ച, എന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ച, ഞാനൊന്ന് സ്വർഗത്തിലാകാൻ ഇത്രയും അധികം പരിശ്രമിച്ച എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ എത്രമാത്രം നമ്മൾ അനുസരിക്കാറുണ്ട്? നമ്മുടെ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച അവരുടെ സ്നേഹം സഹോദരങ്ങളെ അതൊന്ന് നാം വായിക്കണം. നമ്മുടെ വീടുകളിൽ പ്രവാചകന്റെ ചരിത്രം നാം വായിക്കണം. അവരെത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾക്ക് ചെറിയ രൂപത്തിൽ വിജയം ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ കാഫിറുകൾ അമ്പെയ്ത്ത് നടത്തി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മാംസവും മജ്ജയുമുള്ള നമ്മെ പോലെ പച്ചയായ മനുഷ്യൻ, കുടുംബമുള്ള, വീട്ടുകാരുള്ള, മക്കളുള്ള അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നിട്ട് പറയുന്നു, പ്രവാചകന്റെ ശരീരത്തിൽ ഒരു അമ്പ് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, എല്ലാ അമ്പുകളും എന്റെ ശരീരത്തിൽ തറച്ചുകൊള്ളട്ടെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ അവിടുത്തെ സമ്പാദ്യം മൊത്തത്തിൽ വെച്ചിട്ട് പറയുന്നു, പ്രവാചകരെ, ഈ സമ്പാദ്യം താങ്കൾ എടുക്കണം, താങ്കൾ ഈ സമ്പാദ്യം എടുത്ത് ദീനിന്റെ മാർഗത്തിൽ ഉപയോഗിക്കണം. അഥവാ ഞാൻ ഈ വെച്ചിരിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് മാത്രം താങ്കൾ എടുക്കുകയും ബാക്കി ഒഴിവാക്കുകയും ചെയ്താൽ ആ എടുത്ത സമ്പാദ്യമാണ് ഒഴിവാക്കിയ സമ്പാദ്യത്തെക്കാളും പ്രവാചകനെ എനിക്കിഷ്ടം. അതുകൊണ്ട് ഈ സമ്പാദ്യം മുഴുവനായി ദീനിന്റെ മാർഗത്തിലേക്ക് താങ്കൾ എടുക്കണം. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകുവശത്ത് വരുന്ന അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ അവിടുത്തെ മുഖത്ത് നിന്ന് ഒലിച്ചു വരുന്ന രക്തം തന്റെ വായ കൊണ്ടെടുത്ത മഹാനായ സഹാബിമാർ. ഇങ്ങനെ ഈ സഹാബത്തിന്റെ സ്നേഹം വെച്ച് നോക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹത്തിന്റെ അവസ്ഥ എന്താ? ഹുദൈബിയ സന്ധിയിൽ ഉർവത്ത് ബിൻ മസ്ഊദ് അദ്ദേഹം ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച ശേഷം തിരിച്ച് കാഫിറുകൾക്കിടയിൽ അവരോട് പറയുകയാണ്, ഞാൻ ഇതിനു മുമ്പ് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്,
പല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. ഒരു നേതാവിനെയും അനുയായികൾ ഈ രൂപത്തിൽ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയും അധികം ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കാണിക്കുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, ഒരു കുതിരയുമായി താങ്കൾ സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ താങ്കളുടെ പിന്നാലെ വരാൻ ഞങ്ങളും തയ്യാറാണ്. എന്തൊരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ അവിടുത്തെ കൂടെ അനുമതി ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ചരിത്രം പറയാൻ സമയമില്ല. അദ്ദേഹത്തിന്റെ പ്രവാചകനെ പിടിച്ചുകെട്ടുന്നവർക്ക് വലിയ ഇനാം പ്രഖ്യാപിച്ച മക്കയിലെ കാഫിരീങ്ങൾ പ്രവാചകൻ പോകുമ്പോൾ ഏത് സമയവും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റ് സഹാബികളൊക്കെ ഹിജ്റ പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുന്നില്ല. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, എനിക്ക് താങ്കളുടെ കൂടെ വരണം. ഏത് സമയവും കൊല്ലപ്പെടാം, ഏത് സമയവും തന്റെ ജീവൻ നഷ്ടപ്പെടാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, എനിക്ക് താങ്കളുടെ കൂടെ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമയമായില്ല, അല്ലാഹുവിന്റെ അനുമതി ലഭിക്കണം. അനുമതി ലഭിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, എന്റെ കൂടെ വരാൻ താങ്കൾക്കും അനുമതിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. സന്തോഷം കാരണത്താൽ ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നേ ദിവസമാണ്. തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും പ്രവാചകന്റെ കൂടെ ഹിജ്റ ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ധൈര്യം കാണിച്ചു. ഹിജ്റ തുടങ്ങി. വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മലയുടെ അരികിൽ പ്രവാചകൻ വിശ്രമിക്കാൻ കിടന്നു. പ്രവാചകന് വിശക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ഒരു ആട്ടിടയനോട് ചോദിച്ചു, എനിക്ക് ഒരൽപ്പം പാല് നീ കറന്നു നൽകണം. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകാൻ. സഹോദരങ്ങളെ, ആ വ്യക്തി അല്പം പാല് കറന്നെടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണ്. രണ്ടുപേരും യാത്ര ചെയ്തു വന്നവരാണ്. രണ്ടുപേർക്കും യാത്രാക്ഷീണമുണ്ട്. അബൂബക്കർ ഉറങ്ങിയില്ല, പ്രവാചകൻ കിടന്നു. പ്രവാചകൻ ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഈ പാലുമായി വന്നപ്പോൾ പ്രവാചകനെ ഉണർത്താൻ ആഗ്രഹിച്ചിട്ടില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവിടെ കാത്തിരുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ ആ പാല് കുടിക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ഫശരിബ ഹത്താ റളീബ്, എനിക്ക് തൃപ്തിയാകുന്നത് വരെ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് കുടിച്ചു. പ്രവാചകനെ പോലെ സഞ്ചരിച്ച വ്യക്തിയാണ് അബൂബക്കറും. അബൂബക്കർ പാല് കുടിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഉറങ്ങിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാവൽ നിന്നു. അത്രയും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. എന്നിട്ടും അബൂബക്കറിന് പേടിയാണ്, ഞാൻ സ്വർഗത്തിലാകുമോ എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹം ഈ സഹാബത്തിന്റെ സ്നേഹവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു അംശം പോലും അല്ലാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിച്ചിട്ടുണ്ട്. ഒരു പൊടി സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോട്, കേവലം റസൂലിന്റെ ആളുകളാണെന്ന് പറയുന്നതല്ലാതെ അവിടുത്തെ എത്രമാത്രം നാം സ്നേഹിച്ചിട്ടുണ്ട്. അവിടുത്തെ സുന്നത്തുകൾ എത്രമാത്രം നാം പിൻപറ്റിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്കൊരു അടിസ്ഥാനം നൽകിയിട്ടുണ്ട്, ഒരു അളവുകോൽ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. അവിടുത്തെ സുന്നത്തുകൾ നാം ബഹുമാനിക്കണം. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടാൽ അതിനപ്പുറം നമുക്കൊരു അഭിപ്രായം പറയാൻ വകയില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ ഒരു കല്ലെടുത്തുകൊണ്ട് ഒരു ജീവിയെ എറിയുന്നത് കണ്ടു. അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ജീവികളെ കെട്ടിയിട്ട് അതിനെ കല്ലെറിയും, അതിനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ. അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ആ വ്യക്തി അപ്പോൾ നിർത്തി. പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ വരുമ്പോൾ വീണ്ടും കാണുന്നത് അദ്ദേഹം അതേ പ്രവർത്തനം തുടരുന്നു. ഈ സമയം അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖൂലു ലക ഖാല റസൂലുള്ളാഹ് വതുഈദുഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും നീ വീണ്ടും ചെയ്യുകയാണോ? ലാ ഉകല്ലിമുക അബദ, ഒരിക്കലും നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. ഇതാണ് സ്നേഹം, ഇതാണ് പ്രവാചകനോടുള്ള മഹബ്ബത്ത്. അതാ ഇബ്നു യസാർ റഹിമഹുല്ലാ താബിഈയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം സ്വർണം കച്ചവടം ചെയ്തു വരുന്ന വഴിയിലാണ്. നിങ്ങൾക്കറിയാം, സ്വർണം കച്ചവടം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിബന്ധനയാണ് ഒരേ അളവായിരിക്കണം.
1 പവൻ സ്വർണം വിൽക്കുന്നുണ്ടെങ്കിൽ 1 പവൻ സ്വർണമായിട്ടായിരിക്കണം. ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ പഴയ സ്വർണം പുതിയ സ്വർണം കൊടുത്ത് മാറ്റാൻ ശറഅ അനുവദിക്കാത്തതാണ്. മറിച്ച് പഴയ സ്വർണം വിറ്റ് അതിന്റെ പൈസ കൊണ്ട് പുതിയത് വാങ്ങിക്കാനാണ് ശറഅ അനുവദിച്ചത്. എന്നിരുന്നാലും കച്ചവട ഇടപാട് നടത്തുമ്പോൾ അതിൽ ഹറാമായ ഒരു ഇടപാട് വന്നുപോയി. ഈ സമയം അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഈ സമയം അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെയുള്ളവരോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന നാട്ടിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ പറയുമ്പോൾ ഇതെനിക്ക് തോന്നുന്നില്ല, ഇത് സ്വീകരിക്കാൻ എനിക്ക് പ്രയാസമാണെന്ന് പറയുന്ന ആളുകളുള്ള നാട്ടിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരുടെ സ്നേഹം അതാണ് യഥാർത്ഥ സ്നേഹം. അവരുടെ സ്നേഹം, അതിലേക്കാണ് നാം മടങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത് ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാനാണ്. അത് ആ അമാനത്തോടു കൂടി നാം എടുക്കുന്നില്ല എങ്കിൽ പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് കേവലം നാവിൽ മാത്രം വാദിക്കുന്നതേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഉഹദിനേക്കാളും പ്രയാസമുള്ള ഏതെങ്കിലും ദിവസം താങ്കൾക്ക് കടന്നുപോയിട്ടുണ്ടോ? ഉഹദിന്റെ പ്രയാസം നിങ്ങൾക്കറിയാം. പ്രവാചകന്റെ അണപ്പല്ല് പൊട്ടി, അല്ലെങ്കിൽ പ്രവാചകന്റെ പല്ലുകൾ പൊട്ടി, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ചോര വന്നു, അവിടുന്ന് വല്ലാതെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. പ്രവാചകനോട് ചോദിച്ചു, അതിനേക്കാളും പ്രയാസമുള്ള ഏതെങ്കിലും ദിവസം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞു, അതിനേക്കാളും പ്രയാസമുള്ളൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ വേദനകളൊക്കെ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് ഈ ദഅവത്തുമായി മുന്നോട്ട് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാം പ്രയാസം നിറഞ്ഞതാണ്. ജനിച്ചത് തന്നെ യതീമായിട്ടാണ്. പ്രവാചകൻ ഉപ്പയില്ലായിരുന്നു. ഉപ്പ എന്ന് വിളിക്കാൻ ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജനിച്ചതും വളർന്നതും തന്റെ ഉമ്മയുടെ കീഴിലാണ്. തന്റെ ഉമ്മയുടെ വാത്സല്യത്തിൽ ജീവിച്ച് ഏകദേശം 6 വയസ്സാകുമ്പോഴേക്ക് തന്റെ ഉമ്മയും മരണപ്പെടുന്നു. ഏതാനും ദിവസങ്ങൾ കഴിയുന്നു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകിയത് അബ്ദുൽ മുത്തലിബാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ താലിബ് ഏറ്റെടുത്തു. അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. പ്രവാചകന്റെ പ്രയാസമുണ്ടായി. അവിടുത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അവിടുത്തെ ജീവിതത്തിൽ കാര്യമായി സന്താനങ്ങളെ ലഭിച്ചിട്ടില്ല. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചു. ഏതാനും വർഷങ്ങളിൽ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും മരണപ്പെട്ടു. ഇങ്ങനെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി. ത്വായിഫിലെ ജനങ്ങളോട് ദീൻ പറയാൻ, പ്രവാചകന്റെ ഉമ്മയുടെ കുടുംബക്കാരാണ് അവിടുത്തെ ആളുകൾ ദഅവത്ത് സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി അവിടത്തേക്ക് പ്രവാചകൻ പോയി അവരോട് ദഅവത്ത് പറഞ്ഞപ്പോൾ, ദീൻ സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പ്രവാചകനെ ആട്ടി ഓടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവിടുന്ന് ഞാൻ വന്നത് എനിക്ക് വല്ലാതെ വിഷമമുണ്ടായിരുന്നു. ആ ആളുകൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അവർ പ്രവാചകനെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൊമ്പരപ്പെടുത്തി. അവിടുത്തെ ശരീരത്തിന് വേദനയുണ്ടായി. ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അവിടുത്തെ കാലിൽ നിന്ന് ചോര ഒലിച്ചത് കാരണത്താൽ താഴെ നിലത്തൊക്കെ ചോരയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചു. ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുകൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എന്നെ അള്ളാഹു അയച്ചതാണ്. താങ്കളൊന്ന് അനുമതി നൽകിയാൽ ഈ പർവ്വതങ്ങൾ ഇട്ടുകൊണ്ട് ആ സമുദായത്തെ ഞാൻ നശിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെയ്യരുത്. ഒരു പക്ഷേ ഇവരുടെ പരമ്പരയിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തി വന്നേക്കാം. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് നാം നരകത്തിൽ പ്രവേശിക്കാതിരിക്കാനാണ്, നമുക്ക് നന്മ പറഞ്ഞു തരാനാണ്. ആ പ്രവാചകനോട് നാം യഥാർത്ഥ സ്നേഹം കാണിക്കുന്നില്ല എങ്കിൽ, ആ പ്രവാചകന്റെ ഒരു സുന്നത്ത് കേട്ടാൽ നമുക്ക് ജീവിതത്തിൽ അത് പാലിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് സ്നേഹമാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളത് എന്ന് ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കുക. എന്റെ ജീവിതത്തിൽ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഞാൻ മുറുകെ പിടിക്കുന്നുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലൊക്കെ ഈ സുന്നത്തുകളൊക്കെ നാം പാലിക്കുക? ദീൻ എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന താടി വളർത്തുക, അല്ലെങ്കിൽ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തിനും യോജിച്ചതല്ല. എന്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന വാക്ക് ഒരു വ്യക്തി മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ്, അവൻ കാഫിറാണ്. മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ
എല്ലാ കാലത്തിനും യോജിച്ചതല്ല എന്നൊരു വാക്ക് ഒരുവന്റെ നാവിൽ നിന്ന് വന്നാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം അള്ളാഹു ദീൻ അവതരിപ്പിച്ചത് കാലാകാലത്തേക്കുമായിട്ടാണ്, അവസാന നാൾ വരെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് കേട്ടാൽ അതിനപ്പുറം ഒരു വാക്ക് നമുക്കുണ്ടാകരുത്. അള്ളാഹു പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹുവും റസൂലും ഒരു കാര്യം വിധിച്ചാൽ അതിനപ്പുറം ഒരു വാദം പറയാൻ നമുക്കൊരു അവകാശമില്ല. ഒരു മുസ്ലിമായ ആണിനും പെണ്ണിനും അവകാശമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മളിലൂടെ ഹയാത്താക്കുക. അവിടുത്തെ സുന്നത്ത് എന്താണെങ്കിലും അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ശരിയകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കുക. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പ്രവാചകന്റെ ചരിത്രം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. ഇങ്ങനെ നിങ്ങളുടെ മക്കളെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ബോധമുള്ളവരാക്കി വളർത്താൻ നിങ്ങൾ ശ്രമിക്കുക. പക്ഷെ ഇന്ന് പല മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ നൽകാൻ വലിയ പരിശ്രമം കാണിക്കും. അവർക്ക് ഭൗതികമായ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകും, അത് ശർഅ് അനുവദിച്ചതാണ്. പക്ഷേ അതിന്റെ കൂടെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട മതപരമായ വിദ്യാഭ്യാസം എത്രമാത്രം ശ്രദ്ധിക്കുന്നു? നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ, നിങ്ങളുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമുണ്ടാക്കി കൊടുക്കാൻ, നിങ്ങളുടെ പെൺമക്കൾ ധരിക്കുന്ന വസ്ത്രത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയാൻ എത്രത്തോളം മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നിങ്ങൾ ഹയാത്താക്കുക. അത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. പ്രവാചകന്റെ വാക്കുകൾക്ക് അവരുടെ ജീവിതത്തിൽ വിലയുണ്ടാകുന്ന രൂപത്തിൽ അവരെ നിങ്ങൾ വളർത്തുക. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അത്രയുമധികം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുവാക്കൾക്കിടയിലാണെങ്കിൽ മ്യൂസിക്കുകൾ വ്യാപകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹിറ വൽഹരീറ വൽഖംറ വൽമആസിഫ്. എന്റെ സമുദായത്തിൽ ചില ആളുകൾ വരും, അവർ 4 കാര്യങ്ങൾ അനുവദനീയമാണെന്ന് വാദിക്കും, അത് പ്രശ്നമില്ല എന്ന് പറയും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന് വ്യഭിചാരം, മറ്റൊന്ന് കള്ളുകുടിക്കുന്നത്, മൂന്നാമത്തേത് വാദ്യോപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, നാലാമത്തേത് പുരുഷന്മാർക്ക് പട്ട് ധരിക്കുന്നത്. ഈ 4 കാര്യങ്ങളും പ്രശ്നമില്ല എന്ന് അവർ പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വ്യഭിചാരത്തിന്റെ കൂടെ മദ്യത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ കാര്യമാണ് മ്യൂസിക്കുകൾ. പക്ഷെ ഇന്ന് ആളുകൾക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കും. വലിയ ആളുകൾ കേൾക്കുന്നത് പോട്ടെ, ചെറിയ കുട്ടികൾക്ക് അവർ ഭക്ഷണം കഴിക്കാൻ മൊബൈൽ ഫോണുകൾ നൽകുമ്പോൾ അതിൽ മ്യൂസിക്കുകൾ വെച്ച് നൽകുന്നവർ, അത് ആ കുട്ടിക്ക് അതിന്റെ പാപമില്ല, പക്ഷേ മാതാപിതാക്കൾക്ക് അതിന്റെ പാപമുണ്ട്. നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതാറില്ലേ? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തുണ്ട്, പരലോകത്തെത്തിയാൽ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, പരലോകത്തെത്തിയാൽ ഓരോരുത്തരെയും അള്ളാഹു വിചാരണക്കെടുക്കും. നിങ്ങൾക്ക് അള്ളാഹു ഒരു ഗ്രന്ഥം നൽകും, നിങ്ങളുടെ ഏടുകൾ. ആ ഏടുകൾ തുറന്ന് നിങ്ങൾ എന്താ പറയുക? സൂറത്തുൽ കഹ്ഫിലുള്ളതുപോലെ, മാലി ഹാദൽ കിതാബ്, ഇതൊന്നൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നാം ചെയ്തിരിക്കുന്ന ചെറിയതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്തൊരു കിതാബാണെന്ന് പറയും. സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മ്യൂസിക്കുകൾ കേൾക്കാനുള്ള സൗകര്യങ്ങൾ വീടുകളിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എങ്കിൽ, പരലോകത്തെത്തിയാൽ ആ ചെറിയ മക്കൾക്ക് ഒരു പക്ഷേ ശിക്ഷയുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ടാവില്ല. അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളായിരിക്കും. നിങ്ങൾ ഈ ഗ്രന്ഥം എടുത്തുകൊണ്ട് അള്ളാഹു നിങ്ങളോട് വിചാരണ ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. നിങ്ങളിൽ ഓരോരുത്തരെയും അള്ളാഹു വിളിക്കും, അവരോട് അള്ളാഹു വിചാരണ ചെയ്യും. നിങ്ങൾക്കിടയിൽ ഒരാളുണ്ടാവില്ല, അള്ളാഹു നിങ്ങളോട് നേരിട്ട് ചോദിക്കും നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ആ ഒരു ഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കി. റബ്ബിന്റെ മുമ്പിൽ ഒരാളുമില്ലാതെ ഇന്ന് നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാളുമില്ലാതെ നാം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം. അള്ളാഹു ചോദിക്കും നിങ്ങളുടെ മക്കളെ കുറിച്ച്. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഥവാ അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് നിങ്ങൾ ഇൽമു പഠിപ്പിക്കുക, അദബ് പഠിപ്പിക്കുക. നിങ്ങളോട് അള്ളാഹു വിചാരണ ചെയ്യും. നിന്റെ മകനെ നീ എങ്ങനെയാണ് വളർത്തിയത്? നിന്റെ മകളെ നീ എങ്ങനെയാണ് വളർത്തിയത്? സഹോദരങ്ങളെ, ഇതൊക്കെ നിസ്സാരമായ കാര്യമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ഘട്ടം, ആരോരുമില്ലാത്ത ആ ഒരു സമയം അള്ളാഹു നമ്മോട് വിചാരണ ചെയ്യുകയും ഈ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുകയും ചെയ്താൽ അതിന് വ്യക്തമായ മറുപടി പറയാൻ നമുക്കില്ല എങ്കിൽ നമ്മുടെ വാസസ്ഥലം നരകമായിരിക്കും.
അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹു മൻ നൂഖിശൽ ഹിസാബ ഹലക്. അല്ലാഹു ഒരാളെ വിചാരണക്കെടുത്താൽ, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ചോദിച്ചാൽ അവൻ നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നാം ജാഗ്രതയിലാവുക. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി നാം പറഞ്ഞു കൊടുക്കുക. നാം ദീന് പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നത് പോലെ നമ്മുടെ മക്കൾക്കും ദീന് പഠിക്കാനുള്ള സൗകര്യം നാം ഒരുക്കി കൊടുക്കുക. നിങ്ങളും ദീന് പഠിക്കണം, ഓരോരുത്തരും ദീന് പഠിക്കണം. നിങ്ങൾക്ക് നിസ്കാരം വാജിബായതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയിട്ടുള്ള കാര്യമാണ് ദീന് പഠിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ വിശ്വാസിക്കും ദീന് പഠിക്കൽ നിർബന്ധമായ ബാധ്യതയാണ്. നിസ്കാരം നിർബന്ധമായതുപോലെ, നോമ്പ് നിർബന്ധമായതുപോലെ ദീന് പഠിക്കൽ നിർബന്ധമാണ്. ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു, എത്രയാണ് ഒരു വ്യക്തി നിർബന്ധമായി പഠിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, മാ യുഖീമു ബിഹി ദീനൻ. അവന്റെ ദീനിൽ അവൻ ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും നിർബന്ധമായി പഠിക്കണം. പഠിക്കാത്തവൻ കുറ്റക്കാരാണ്. നിസ്കാരത്തിന്റെ വിധിവിലക്കുകൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കുറ്റക്കാരനാകും. നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കുറ്റക്കാരനാകും. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞു, ഒരു വ്യക്തിക്ക് സമ്പാദ്യമുണ്ടെങ്കിൽ അവൻ സമ്പാദ്യത്തിന്റെ സകാത്തിനെ കുറിച്ച് പഠിക്കൽ വാജിബാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കാൻ ഒരു സമയം കണ്ടെത്തുക. ഒരു ദിവസം ഒരു മസല വെച്ച് നിങ്ങൾ പഠിച്ചാൽ എത്ര അധികം മസലകൾ നിങ്ങൾ പഠിക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദീനി മജാലിസുകൾ സംഘടിപ്പിച്ചും മറ്റും നിങ്ങൾ ദീന് പഠിക്കാൻ സമയം കണ്ടെത്തുക. ഇന്ന് അൽഹംദുലില്ലാഹ് എത്രയോ സൗകര്യങ്ങൾ നമുക്കുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വന്ന വിഷയം സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ദീന് പഠിക്കാൻ ഒരു സമയം നാം കണ്ടെത്തുക. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ മക്കൾക്കിടയിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞ്, റബ്ബിനെ കുറിച്ച് പറഞ്ഞ്, റസൂലിനെ കുറിച്ച് പറഞ്ഞ് പരസ്പരം ദീന് പഠിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കണമെന്നില്ല. ഓരോരോ ദിവസം ഒരു കാര്യമെങ്കിലും, ഒന്നുകിൽ ഏതെങ്കിലും ഒരു സഹാബിയുടെ ചരിത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്അല, ഏതെങ്കിലും നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു വിധിവിലക്കുകൾ, ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് അത് നിങ്ങൾ പഠിക്കുക. അത് പഠിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരായി തീരും. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ മക്കളുടെ വിഷയത്തിലും നിങ്ങളുടെ വിഷയത്തിലും ദീന് പഠിക്കുന്ന വിഷയം ഗൗരവത്തോടുകൂടി നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ദീന് പഠിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ട ഒരു വിഷയം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കണം. ഇന്ന് പല ആളുകളും ഖുർആനിനെ ഉപേക്ഷിച്ച നിലയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം റമദാനിന് മാത്രം ഖുർആൻ ഓതുന്ന ആളുകൾ, റമദാൻ കഴിഞ്ഞാൽ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്നവർ. പക്ഷേ സഹോദരങ്ങളെ, ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥ വഴികാട്ടിയാണ്. ഒരു പക്ഷേ സംസാരം ദീർഘമായതുകൊണ്ട് എത്ര ആളുകൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചുരുക്കാം, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ എന്താ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നിങ്ങളെ വഴി നയിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. നമ്മൾ എത്ര വർഷമായി ഖുർആനിന്റെ കൂടെ ജീവിക്കുന്നു? നിങ്ങളുടെ വീടുകളിലൊക്കെ ഖുർആനുണ്ട്, എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ട്. പക്ഷേ ഈ ഖുർആൻ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്? അള്ളാഹു പറയുന്നു ഖുർആനാണ് ഏറ്റവും നല്ല നിലയിലേക്ക് നിങ്ങളെ എത്തിക്കുക. പക്ഷേ ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ്? ഈ ഖുർആൻ എത്രമാത്രം ഞങ്ങൾ ഓതാറുണ്ട് ഓരോരുത്തരും? നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ ഖുർആൻ ഓതാൻ നല്ലൊരു സമയം ചെലവഴിച്ചിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് പറയുന്നു, ചോദിക്കുന്നു, പ്രവാചകരെ, എത്ര ദിവസത്തിലാണ് ഞാൻ ഒരു തവണ ഖത്ം തീർക്കേണ്ടത്? അദ്ദേഹം നമ്മളെ പോലെ സാധാരണ ഒരു മനുഷ്യനാണ്, സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു സഹാബി. അദ്ദേഹം ചോദിക്കുന്നു, എത്ര ദിവസത്തിലാണ് ഒരു തവണ പൂർണ്ണമായി ഞാൻ ഖുർആൻ ഓതേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 ദിവസത്തിൽ. ആ സഹാബി പറയുന്നു, പ്രവാചകരെ, എനിക്ക് 40 ദിവസം ആവശ്യമില്ല, കുറച്ച് തരണം. പ്രവാചകൻ പറഞ്ഞു 30 ദിവസം. ആ സഹാബി വീണ്ടും പറഞ്ഞു 30 ദിവസവും വേണ്ട, കുറക്കണം. പ്രവാചകൻ പറഞ്ഞു 20 ദിവസം.
വീണ്ടും കുറക്കാൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു 15 ദിവസം. വീണ്ടും കുറക്കാൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു 7 ദിവസം. വീണ്ടും കുറക്കാൻ ആവശ്യപ്പെടുന്നു, പ്രവാചകൻ പറഞ്ഞു 3 ദിവസം. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ ഇനിയും കുറച്ചു തരണം. എത്ര 3 ദിവസം ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നിന്റെ കുടുംബത്തോട് അതുകൊണ്ട് 3 ദിവസത്തിൽ കുറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതേണ്ടതില്ല. ചില റിവായത്തുകളിൽ 3 ദിവസത്തിൽ കുറഞ്ഞു ഓതിയാൽ നിനക്ക് ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് 3 ദിവസത്തിൽ ഒരു തവണ ഖത്തം തീർത്താൽ മതി. ഈ സഹാബി ജീവിത അവസാനം വരെ ഇങ്ങനെ ഖത്തം തീർക്കാറുണ്ട്. ചില റിവായത്തുകളിൽ 7 ദിവസം എന്ന് കാണാം. ഇനി 7 ആയിക്കൊള്ളട്ടെ. നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഈ സഹാബി അങ്ങനെ ഖുർആൻ ഓതാൻ തയ്യാറായത്? അദ്ദേഹത്തിന് അറിയാം ഇത് അള്ളാഹുവിന്റെ സംസാരമാണ്. ഇപ്പൊ നമ്മൾ പരസ്പരം പറയുന്ന ഒരു സംസാരമല്ല ഖുർആൻ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ സംസാരം പോലെയുള്ള ഒന്നല്ല, മറിച്ച് അള്ളാഹു നമുക്ക് എല്ലാം നൽകിയ അള്ളാഹുവിന്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ ഈ സഹാബി ഇങ്ങനെ ഓതിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. പക്ഷേ നമ്മളും ആഗ്രഹിക്കുന്നത് അതേ സ്വർഗം നാം ഓതുന്ന ഖുർആനും അവർ ഓതിയ ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവർ 3 ദിവസത്തിൽ എല്ലാ ദിവസവും, റമദാൻ മാത്രമല്ല, സ്ഥിരമായി ഖത്തം തീർത്തു. നമ്മൾ പല ആളുകളും ഖുർആൻ ഓതുന്നത് ഖത്തം തീർക്കുന്നപ്പോഴാണ് റമദാനിൽ മാത്രം. അതുപോലെ തന്നെ ഖുർആനുമായി നമുക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഖുർആൻ കേൾക്കുന്ന പതിവുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ചില ആളുകൾ വീട്ടിൽ കുട്ടികൾക്കും മറ്റു മ്യൂസിക്കുകൾ വെച്ചു കൊടുക്കും. അവിടെ നിങ്ങൾ ഖുർആൻ കേൾപ്പിക്കുക, നിങ്ങളും ഖുർആൻ കേൾക്കുക. ഖുർആൻ കേൾക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഅ അലയ്യ ഖുർആൻ, എനിക്ക് താങ്കൾ ഖുർആൻ ഓതി തരണം. ആരാ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ആവശ്യപ്പെടുന്നത് എനിക്ക് താങ്കൾ ഖുർആൻ ഓതി തരണം. ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ്, അഖറഉ അലൈക വഅലൈക ഉൻസിൽ, പ്രവാചകനെ താങ്കൾക്കല്ലേ ഈ ഖുർആൻ അവതരിച്ചത്, എന്തിനാണ് ഞാൻ താങ്കൾക്ക് ഓതി തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സൂറത്തുൻ നിസാ ഓതാൻ വേണ്ടി തുടങ്ങി. കുറെ ആയത്തുകൾ ഓതി. അങ്ങനെ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന പരലോകത്തെ കുറിച്ചുള്ള പരാമർശമുള്ള ആയത്തെത്തിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, അംസിക്, ഓത്ത് മതിയാക്കൂ എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുവരെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് ഞാൻ ഓതിയത്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയായിരുന്നു. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയും. സഹോദരങ്ങളെ, ഒരു തവണയെങ്കിലും ഈ ഖുർആൻ ഓതിയിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടുണ്ട്? ഒരു തവണയെങ്കിലും ഈ ഖുർആൻ കേട്ടിട്ട് ഒരു തവണയെങ്കിലും നമ്മുടെ മനസ്സൊന്ന് പിടച്ചിട്ടുണ്ടോ? അല്ലാഹു സൂറത്തുൽ അൻഫാലിൽ സത്യവിശ്വാസികളുടെ അടയാളം പറയുന്നിടത്ത് പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികൾ എന്നാൽ ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ മനസ്സൊന്ന് പിടക്കും, അവരൊന്ന് പേടിക്കും, ഭയപ്പെടും, അവരുടെ മനസ്സിന്റെ പ്രയാസമുണ്ടാകും. ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയുണ്ടാകും, അവരുടെ മനസ്സൊന്ന് പിടക്കും. അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആ ആയത്തിന് നേരെ വിപരീത അർത്ഥം എന്താ? ഖുർആൻ കേട്ടിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ല എങ്കിൽ നമുക്ക് ഈമാനിൽ കാര്യമായ കുറവുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ കേൾക്കുന്ന ഒരു പതിവ് നിങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഖുർആൻ പഠിക്കുകയും നിങ്ങളുടെ മക്കൾക്ക് അത് പഠിക്കാനുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവരോട് പരലോകത്ത് പറയപ്പെടും, ഇഖ്റ വർതഖി, നീ ഖുർആൻ ഓതിക്കൊള്ളുക, നിന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടേയിരിക്കും. സ്വർഗത്തിൽ 100 തട്ടുകളാണ്, 100 തട്ടുകൾ. ഈ തട്ടുകളിൽ വെച്ച് അള്ളാഹു ഖുർആൻ പഠിച്ചവരോട് പറയും, നീ ഖുർആൻ ഓതുക, നീ ഓതുന്ന ആയത്തുകൾക്കനുസരിച്ച് നിന്റെ സ്ഥാനം കയറിക്കൊണ്ടേയിരിക്കും. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഓതുന്ന അവസാനത്തെ ആയത്ത് ഏതാണോ അവിടെയാണ് നിന്റെ സ്ഥാനമെന്ന് ഖുർആൻ പഠിച്ചവരോട് പറയപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അയച്ചാൽ, എന്റെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് മക്കളുള്ളവർ, നിങ്ങൾ ചിന്തിക്കുക, ഭൗതികമായി നിങ്ങൾ പഠിപ്പിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരാകാം, അതൊക്കെ നിങ്ങൾക്ക് തുടരാം. പക്ഷേ നിങ്ങൾ അതിന്റെ കൂടെ ഖുർആൻ പഠിപ്പിക്കാൻ തയ്യാറായാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരലോകത്തെത്തിയാൽ ചില ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ ചില വസ്ത്രങ്ങൾ നൽകും. ആ വസ്ത്രത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നു, ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും അതിന് തുല്യമായി വെച്ചാലും അതിന്റെ വിലയോട് അടുത്ത് വരില്ല. അത്രയും വിലപിടിപ്പുള്ള വസ്ത്രം ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാന നാൾ വരെ എല്ലാ ജനങ്ങളും പരലോകത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, അവിടെ ചില ആളുകളെ പ്രത്യേകമായി വിളിച്ചവർക്ക് അള്ളാഹു വസ്ത്രം നൽകും. അവർ ചോദിക്കും, പ്രവാചകൻ, അള്ളാഹുവെ, എന്തിനാണ് ഈ വസ്ത്രം നമുക്ക് നീ നൽകിയത്?
അന്നവരോട് പറയപ്പെടും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ച കാരണത്താൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ളത് വിലപിടിപ്പുള്ള 2 വസ്ത്രങ്ങളാണ്. മറ്റെല്ലാവരും ഈ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഈ വസ്ത്രം നൽകപ്പെടും. ചില റിവായത്തുകളിൽ കാണാം, ആ ഖുർആൻ പഠിച്ചവർ അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തലയിൽ കിരീടം വെച്ച് നൽകും. അവർക്ക് പ്രത്യേകമായ ബഹുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ, പ്രവാചകന്റെ സുന്നത്തിനോട് യഥാർത്ഥ നിലപാട്, തൗഹീദിന്റെ വിഷയത്തിൽ കണിശത, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ പഠനത്തിന്റെ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ, ഇതൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ നാം സൂക്ഷിക്കുക. കാരണം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സീൽ വെച്ചിരിക്കുകയാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, സീൽ വെക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര ആയത്തുകൾ കേട്ടാലും, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാ, ഇങ്ങനെ എത്ര ദർസുകൾ നമ്മൾ ഇരുന്നതാ, എത്ര മജ്ലിസുകൾ നമ്മൾ പോയതാ, ഇതൊക്കെ ഇങ്ങനെ വന്ന് പറയും, പറയുന്നവർ പറയും, ഇതൊക്കെ ഇങ്ങനെ തുടർന്നു പോകും എന്നൊരു ഭാവത്തിൽ നമ്മൾ ഇതൊക്കെ കേട്ടു പോവുകയാണെങ്കിൽ പരലോകത്തെത്തിയാൽ നമ്മുടെ കാര്യം വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ ഗൗരവത്തോടു കൂടി എടുക്കുക. അവസാനമായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഉണർത്താൻ പറയാനുള്ളൊരു കാര്യം, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളായി നാം മാറുക. ഒരാളോടും അന്യായം നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരാളോടും മോശമായൊരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് നിന്റെ സഹോദരനെ നീ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ സഹോദരൻ നല്ലൊരു വസ്ത്രം ധരിച്ചു വന്നാൽ അവനോട് പറയുക, നല്ല വസ്ത്രം, കാണാൻ ഭംഗിയുണ്ട്, അവന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അത് അവന്റെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. ഒരു കാരണവശാലും നമ്മൾ കാരണത്താൽ സഹോദരങ്ങളെ ഒരാൾക്കും പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കാരണം ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. സവാദ് ഇബ്നു ഉസയ്യ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സഫ് നിർത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അമ്പ് ഉപയോഗിച്ചുകൊണ്ട് സഫ് നേരെയാക്കി നിർത്തുന്നു. സവാദ് റളിയല്ലാഹു അൻഹു സഫിൽ നിന്ന് കുറച്ച് മാറി നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിനെ സഫിലേക്കാക്കി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ എന്നെ വേദനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, താങ്കൾക്ക് വേദനയായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് പകരമെടുക്കാം, തിരിച്ച് താങ്കൾക്ക് അതുപോലെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്റെ ശരീരത്തിൽ അമ്പ് കൊണ്ട് കുത്തിയപ്പോൾ എന്റെ ശരീരത്തിൽ മുകൾ ഭാഗത്ത് വസ്ത്രമുണ്ടായിരുന്നില്ല, അതുപോലെ താങ്കളുടെ ശരീരത്തിൽ ഈ വസ്ത്രമില്ലാതെ അമ്പ് കൊണ്ട് എനിക്ക് തിരിച്ച് പ്രതികാരം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അവിടുത്തെ വസ്ത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് പ്രതികാരമെടുക്കാം. ഈ സമയം സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഈ ബദർ ജനാംഗണത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ അവസാനം ഞാൻ സ്പർശിച്ചത് താങ്കളുടെ ശരീരമായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് അങ്ങനെ പറഞ്ഞത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇവിടെ നമുക്കുള്ള പാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജാവാണ്, മദീനയിലെ അമീറാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് പ്രതികാരമെടുക്കണമെന്ന് പറഞ്ഞവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊടുക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരോടെങ്കിലും നാം ഉൽമ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരോട് നാം പൊരുത്തം ചോദിക്കുക. നിങ്ങൾക്കിടയിൽ നല്ല സാഹോദര്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പരസ്പരം നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ സഹകരിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും നല്ല കാര്യങ്ങളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉപമ, ഫീ തവാദ്ദിഹിം, അവരുടെ പരസ്പരമുള്ള സ്നേഹത്തിൽ, വതറാഹുമിഹിം, അവരുടെ കാരുണ്യത്തിൽ, കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെ ആയിരിക്കണം. ഇദശ്തകാ മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിസ്സഹരി വൽ ഹുമ്മ, ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദനയുണ്ടായാൽ മറ്റ് അവയവങ്ങൾ ഉറക്കമൊഴിച്ചും മറ്റും അതിനോട് പങ്കുചേരുന്നത് പോലെ ഒരു വിശ്വാസിയുടെ പ്രയാസം മറ്റുള്ളവരുടെ പ്രയാസമാകണം. ഒരാളുടെ പ്രയാസം മറ്റുള്ളവരുടെ പ്രയാസമായി നല്ല സാഹോദര്യ ബന്ധത്തിൽ നമുക്കിടയിൽ ബന്ധം തുടരണം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും പരസ്പരം നല്ല സ്വഭാവത്തിനുടമകളായി നല്ല രീതിയിൽ എപ്പോഴും വർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ സ്നേഹവും നമ്മുടെ ബന്ധവും ബന്ധവിച്ഛേദനവും അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കുക. അള്ളാഹുവെ ഇഷ്ടപ്പെടുന്ന, റസൂലിനെ ഇഷ്ടപ്പെടുന്ന, ഈ ദീനിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ നമ്മൾ സ്നേഹിക്കണം. അയാൾ നമ്മെ ദ്രോഹിച്ചിട്ടുണ്ട് എങ്കിലും, ഉദാഹരണത്തിന് നമ്മുടെ കച്ചവടത്തിൽ ആരെങ്കിലും നമ്മോട് പങ്കുചേർന്നു എന്ന് സങ്കല്പിക്കുക.
ആ വ്യക്തി ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്ന മുൻഗാമികളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹം നമ്മോട് ദ്രോഹം ചെയ്താലും നിങ്ങൾ അവരെ സ്നേഹിക്കുക. ഇനി ഒരു വ്യക്തി നിങ്ങൾക്ക് നന്മ ചെയ്യുന്നു, പക്ഷെ അയാൾ ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ആളാണ്. അങ്ങനെയാണെങ്കിൽ അയാളോടുള്ള സ്നേഹം അല്ലെങ്കിൽ അയാളോട് നിങ്ങൾക്ക് വെറുപ്പാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരെ നാം സ്നേഹിക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവരിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കാനും ഒഴിവാക്കാനും നിങ്ങൾ തയ്യാറാവുക. ഈ രൂപത്തിൽ പരസ്പരം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളായി ജീവിക്കാൻ നാം തയ്യാറായാൽ, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തൊക്കെ ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നിർത്താം. അള്ളാഹു പറയുന്നു, വൽയഅഫു വൽയസ്ഫഹു, അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യട്ടെ. നിങ്ങളോട് ആരെങ്കിലും ദുൽമ ചെയ്താൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. നിങ്ങളോട് ആരെങ്കിലും അനീതി ചെയ്താൽ നിങ്ങൾ അവർക്ക് മാപ്പാക്കി കൊടുക്കുക. എന്താണ് അതിനുള്ള പ്രത്യുപകാരം? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ മറ്റുള്ളവരോട് നന്മ കാണിച്ചാൽ നിങ്ങളോട് അള്ളാഹു നന്മ കാണിക്കും. അതാണ് പ്രവാചകൻ പറഞ്ഞത്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീ. ഒരാൾ മറ്റൊരു സഹോദരനെ സഹായിച്ചാൽ നിങ്ങളെ സഹായിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങൾ വേറൊരാളുടെ കടം വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റുള്ളവരോട് നല്ല രീതിയിൽ വർത്തിക്കുക, ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുക. മറ്റു ഒരു വിഷയത്തിന്റെയും ഒരു കാര്യത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹം നാം നിലനിർത്താനോ അല്ലെങ്കിൽ ബന്ധം വിച്ഛേദിക്കാനോ ഒന്നും പാടില്ല. ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുക. ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളുമൊക്കെ എല്ലാം നശിക്കാനുള്ളതാണ്. ഈ ഭൗതിക ലോകത്തിന് വേണ്ടി പരസ്പരം ബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ബന്ധം പുനഃസ്ഥാപിക്കുക. ഒരു പക്ഷേ നിങ്ങൾ അവരോട് അങ്ങോട്ട് പോയാൽ അവർ നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. സ്വീകരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അവരോട് അങ്ങോട്ട് ചെന്ന് ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഒരാളോടും ബന്ധവിച്ഛേദനം നടത്താൻ പാടില്ല. അവർ നിങ്ങളെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോയി ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി, ഇങ്ങോട്ട് ബന്ധം ചേർക്കുമ്പോൾ അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനല്ല യഥാർത്ഥ ബന്ധം ചേർക്കുന്നവൻ, മറിച്ച് ഇങ്ങോട്ട് അനീതി ചെയ്യുമ്പോൾ അങ്ങോട്ട് നന്മ ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൺമുമ്പിലുണ്ടാവുക. എല്ലാവരോടും നല്ല രീതിയിൽ വർദ്ധിക്കുക എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ആ അധ്യാപനം പാലിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ തൗഹീദിന്റെ വാഹകരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി കൂടുതൽ പഠിക്കുക, നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര ദർസുകൾ കേട്ടാലും എത്ര തന്നെ പഠിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ സഹായമില്ല എങ്കിൽ നമുക്കൊരു വസ്തുവും സാധിക്കുകയില്ല. അതാണ് നമ്മൾ എന്നും പറയുന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള ഇബ്നു അബ്ബാസിനോട് പ്രവാചകൻ പറഞ്ഞ വാക്ക്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, എപ്പോഴും നീ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുകയാണെങ്കിൽ അവരോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നല്ലത് ആഗ്രഹിക്കുന്നവരെ പാഴാക്കുകയില്ല എന്ന വാഗ്ദാനം പരിശുദ്ധ ഖുർആനിലൂടെ നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.